സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പഴുവിലെ അസീസിയ ഓർഗാനിക് ഫാമിലാണുള്ളത്. ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. വന്നിരുന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ എക്സ്പോയുടെ അഗ്രി എക്സ്പോ 25 തുടങ്ങി 30-ാം തീയതി വരെയാണുള്ളത്. 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഓരോ ദിവസവും ഓരോ പ്രത്യേക സെഷൻ രാവിലെ നടക്കുന്നുണ്ട്, 11 തൊട്ട് 1 മണി വരെയുള്ള. അത് മാത്രമല്ല, ഇവിടെ കർഷകരുടെ ഒരുപാട് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അവക്കാഡോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ജൂലൈ 29 രാവിലെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ ഈ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം, സെമിനാറിന്റെ ഉദ്ഘാടനവും ചെയ്യുന്നതായിരിക്കും. നാളെ 26-ാം തീയതി ജൈന്റ് ഗുറാമി മത്സ്യകൃഷിയെക്കുറിച്ചുള്ള അതൊരു വിദഗ്ധന്റെ ഒരു ക്ലാസ് നാളെ രാവിലെ നടക്കുന്നുണ്ട്. 27-ാം തീയതി രാവിലെ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ലൈഫ് സ്റ്റോക്ക്, മൃഗപരിപാലനത്തെക്കുറിച്ച് ഡോക്ടർ സിൽവന്റെ ക്ലാസ് രാവിലെ ഉണ്ടായിരിക്കും. 28-ാം തീയതി മില്ലറ്റ്, അതിനെ പറ്റിയിട്ടുള്ള ചെറുധാന്യങ്ങളുടെ പരിപാലനവും എങ്ങനെ ഉപയോഗം എന്നുള്ളതിനെ കുറിച്ചെല്ലാം അതിന് വിദഗ്ധനും, പിന്നെ ജാക്ക് ഫ്രൂട്ട്, ചക്കയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഡയബറ്റിസിന് ചക്കയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്. 29-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സെമിനാറിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി ചെയ്യുന്നതിന്റെ അത് കഴിഞ്ഞിട്ട് വെൽനസിനെ പറ്റിയിട്ടുള്ള ഒരു സെഷനാണ് നടക്കാൻ പോകുന്നത്. ആരോഗ്യത്തിനെ കുറിച്ച് ഡോക്ടർ സുരജ, ഡോക്ടർ സുവർണ, ഡോക്ടർ രജനി, സഫർ അലി സാർ, അങ്ങനെയുള്ള വ്യക്തികൾ ക്ലാസ്സസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് അപ്രോച്ചസും നമ്മുടെ മോഡേൺ ടെക്നോളജിയും വെൽനസും എങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ജൈവപരമായിട്ടുണ്ടാക്കുന്ന പ്രൊഡക്ട്സ്, ലൈഫ് സ്റ്റൈല്, നമ്മുടെ പ്രതിരോധ ശക്തി എല്ലാം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് 29-ാം തീയതി വരുന്നത്. 30-ാം തീയതി 5-ാമത്തെ ദിവസം ഈ സെഷൻ തീരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 3-ാം തീയതി ഇലൂഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ആരൊക്കെ ഇവിടെ വന്ന് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നുണ്ടോ, പർച്ചേസ് ചെയ്യുന്നുണ്ടോ, അവർക്കെല്ലാം ഫ്രീ ആയിട്ടുള്ള ഈ സെഷനിൽ വരാനായിട്ടുള്ള ടിക്കറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും തൃശൂർ പഴുവിലുള്ള തൃപ്രയാറിനും പെരിങ്ങോട്ടുകരയ്ക്കൊക്കെ ഇടയ്ക്ക് വരുന്ന ഈ പ്രദേശത്ത് നല്ല ഗ്രാമീണ ഭംഗിയും, നല്ല മഴയുള്ള സമയമാണെങ്കിൽ പോലും നമുക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കുന്ന, നല്ല ഭക്ഷണം കിട്ടുന്ന, കുറെ അറിവുകൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്രദർശനം കാണുവാനും അറിവ് സമ്പാദിക്കാനുമുള്ള അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.